ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിന് സമീപം കെഎസ്ആർടിസി ബസ് ലോറിക്ക് പിറകിലിടിച്ച് 8 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഗുരുവായൂരിൽ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ക്ഷോഭിച്ച് ഹൈക്കോടതി. ആനക്കോട്ടയിൽ അടിയന്തര പരിശോധന നടത്താൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒക്ക് കോടതി നിർദ്ദേശം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പൊതുസമ്മേളനം ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കും. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട 2 വിദ്യാർത്ഥികളിൽ ഒരാളെ കാണാതായി. ഒരാളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കൊണ്ടാഴി പഞ്ചായത്ത് ബജറ്റ് അവതരണത്തിൽ യുഡിഎഫ് ഭരണസമിതിയിൽ ഭിന്നത. 8 അംഗ ഭരണസമിതിയിൽ നിന്ന് 5 അംഗങ്ങൾ വിട്ടുനിന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിന് സമീപം കെഎസ്ആർടിസി എക്സ്പ്രസ് ബസ് ലോറിക്ക് പിറകിലിടിച്ച് 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ബസ് കണ്ടക്ടർ കോട്ടയം സ്വദേശി പ്രതാപന്റെ നില ഗുരുതരമാണ്. ബസ് ഡ്രൈവർ കോട്ടയം സ്വദേശി മനോജ്, യാത്രക്കാരായ പെരുമ്പാവൂർ സ്വദേശി വർക്കി, ആലുവ സ്വദേശി ജോയ്, വയനാട് സ്വദേശിനി സജീഷ, തമിഴ്നാട് സ്വദേശികളായ പെരുമാൾ, മാരിമുത്തു, രത്നം എന്നിവരെ കൊടകരയിലും കറുകുറ്റിയിലുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. വേളാങ്കണ്ണിയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്ന കെഎസ്ആർടിസി ബസ് മുന്നിൽ പോയിരുന്ന ചരക്ക് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ലോറിക്ക് പിറകിലിടിക്കുകയായിരുന്നു. ഈ സമയം പുറകിൽ വന്നിരുന്ന ചരക്ക് ലോറി ബസിന് പുറകിലുമിടിച്ചു. ബസിന്റെ മുൻവശവും പുറകുവശവും തകർന്നു. ബസിൽ യാത്രക്കാർ കുറവായിരുന്നു. മുൻസീറ്റുകളിലും പിൻസീറ്റുകളിലും ഇരുന്നവർക്കാണ് പരിക്കേറ്റത്. അരികയറ്റിപ്പോയിരുന്ന ചരക്ക് ലോറിയുടെ പിറകിലാണ് ബസ് ഇടിച്ചത്. ബസിന് പിറകിലിടിച്ച ലോറി കോയമ്പത്തൂരിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങളുമായി എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ലോറിയുടെ ഡ്രൈവർ പ്രസാദ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലോറിയുടെ മുൻവശവും ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ക്ഷോഭിച്ച് ഹൈക്കോടതി. ആനക്കോട്ടയിൽ അടിയന്തര പരിശോധന നടത്താൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒക്ക് കോടതി നിർദ്ദേശം നൽകി. ഗുരുവായൂർ ആനക്കോട്ടയിലെ ദുരിതം സംബന്ധിച്ച് ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഇടപെടൽ. സംഭവത്തിൽ ആർക്കെല്ലാമെതിരെ നടപടി സ്വീകരിച്ചെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ജസ്റ്റിസ് അനിൽ കെ സുരേന്ദ്രൻ ക്ഷോഭത്തോടെ ദേവസ്വത്തിനോട് ചോദിച്ചു. ആനക്കോട്ടയുടെ ചുമതല ആർക്കാണെന്നും ആനക്കോട്ടയിൽ നടക്കുന്നത് എന്തൊക്കെയെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് അറിവുണ്ടോയെന്നും കോടതി ആരാഞ്ഞു. ജനുവരി 15, 24 തീയതികളിലാണ് സംഭവം നടന്നതെന്ന് ദേവസ്വം കോടതിയെ അറിയിച്ചു. പാപ്പാന്മാർക്കെതിരെ വനം വകുപ്പ് 2 കേസും പോലീസ് 1 കേസും രജിസ്റ്റർ ചെയ്തതായി അഭിഭാഷകർ അറിയിച്ചു. ആനക്കോട്ടയിലെ സിസിടിവി ദൃശ്യങ്ങളിൽ അധികൃതർ നടപടി നേരിടേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് സംഭവം ദേവസ്വം പോലും അറിഞ്ഞതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ആനകളെ നിയന്ത്രിക്കാൻ ലോഹത്തോട്ടി പോലെ ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ആനക്കോട്ടയിലെ കൃഷ്ണ, കേശവൻകുട്ടി എന്നീ ആനകളെ പാപ്പാന്മാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാപ്പാന്മാരെ ദേവസ്വം അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ടി.വി. വിനോദ് കുമാർ നഗറിൽ ഉച്ചതിരിഞ്ഞ് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ മുഴുവൻ കേബിൾ ടിവി ഓപ്പറേറ്റർമാരും ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. സനീഷ് കുമാർ ജോസഫ് എംഎൽഎ അധ്യക്ഷത വഹിക്കും. കെ രാമചന്ദ്രൻ എംഎൽഎ, മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുക്കും. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട 2 വിദ്യാർത്ഥികളിൽ ഒരാളെ കാണാതായി. ഒരാളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കാണാതായ വിദ്യാർത്ഥിക്കായി തിരച്ചിൽ ഊർജിതമാക്കി. ഇന്ന് രാവിലെ 8:30 തളിക്കുളം തമ്പാൻ കടവ് അറപ്പത്തോടിന് സമീപമാണ് സംഭവം. കൈതക്കൽ ആര്യമ്പാടം ദാറുൽ മുസ്തഫ ഓർഫനേജിലെ 20 കുട്ടികൾ തമ്പാൻ കടവിന് സമീപം കടൽ കാണാനെത്തിയിരുന്നു. ഇതിൽ മുഹമ്മദ് സവാദ്, അസ്ലം എന്നിവരാണ് കടലിൽ കുളിക്കാനിറങ്ങിയത്. കുളിക്കുന്നതിനിടെ കുട്ടികൾ ശക്തമായ തിരയിൽപ്പെട്ടത് കണ്ട മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ശ്രമത്തിൽ മുഹമ്മദ് സവാദിനെ രക്ഷപ്പെടുത്താനായി. ഒപ്പമുണ്ടായിരുന്ന എടമുട്ടം സ്വദേശി 16 വയസ്സുള്ള അസ്ലമിനെ കണ്ടെത്താൻ നാട്ടിക ഫയർഫോഴ്സിനൊപ്പം തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. രക്ഷപ്പെടുത്തിയ മുഹമ്മദ് സവാദിനെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കൊണ്ടാഴി പഞ്ചായത്ത് ബജറ്റ് അവതരണത്തിൽ UDF ഭരണസമിതിയിലെ 5 അംഗങ്ങൾ പങ്കെടുത്തില്ല. UDF ഭരിക്കുന്ന കൊണ്ടാഴി പഞ്ചായത്തിൽ 8 അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത്. അതിൽ 3 പേർ മാത്രമാണ് ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, മെമ്പർ പി രാജേഷ് എന്നിവരാണ് ഭരണപക്ഷത്തു നിന്നും പങ്കെടുത്തത്. UDFന് 8 അംഗങ്ങളും LDFന് 5ഉം BJPക്ക് 2 അംഗങ്ങളാണുള്ളത്. ബജറ്റ് അവതരണത്തിൽ LDF അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കല്ലുംപുറം കടവല്ലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർതൃപിതാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ 2ാം പ്രതിയായ കടവല്ലൂർ കല്ലുംപുറം സ്വദേശി പുത്തൻപീടികയിൽ വീട്ടിൽ 62 വയസ്സുള്ള അബൂബക്കറിനെയാണ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി അബ്ദുൾ ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കല്ലുംപുറം സ്വദേശി പുത്തൻപീടികയിൽ വീട്ടിൽ സൈനുൽ ആബിദിന്റെ ഭാര്യ 25 വയസ്സുള്ള സബീനയെയാണ് കഴിഞ്ഞ ഒക്ടോബർ 25-ന് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂച്ചിന്നിപ്പാടം ജംഗ്ഷനിലെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ വൻ തീപിടുത്തം. പറമ്പിലുണ്ടായിരുന്ന വാഴകളും പച്ചക്കറികളും കത്തിനശിച്ചു. സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും തീ പടരുന്നത് തടയാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് ആദ്യം തീപിടിച്ചത്. പറമ്പിൽ കൃഷി ചെയ്തിരുന്ന നിരവധി നേന്ത്രവാഴകളും പച്ചക്കറികളും കത്തിനശിച്ചു. ഇരിങ്ങാലക്കുട, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് 2 യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും 100 മീറ്റർ ചുറ്റളവിൽ 6.94 ഏക്കർ സ്ഥലം അക്വയർ ചെയ്യുന്നതിന് സർക്കാർ ഉത്തരവിറങ്ങി. ഗുരുവായൂർ വില്ലേജിലെ 36 സർവേ നമ്പറുകളിലെ സ്ഥലങ്ങളിലാണ് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേവസ്വത്തിന്റെ അപേക്ഷ പരിഗണിച്ച് റവന്യൂ വകുപ്പാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. 100 മീറ്റർ ചുറ്റളവിൽ സ്ഥലം ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കുറേയേറെ സ്ഥലങ്ങൾ നേരത്തെ ഏറ്റെടുത്തിരുന്നു. പിന്നീട് അക്വിസിഷൻ നടപടികൾ നിർത്തിവച്ചു. ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ദേവസ്വം കമ്മീഷണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഷ്കരിച്ച സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൊടുങ്ങല്ലൂരിലെ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ DVSP ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് നിവേദനം നൽകി. CPI കേന്ദ്ര കൌൺസിൽ അംഗവും രാജ്യസഭാംഗവുമായ P സന്തോഷ് കുമാർ MP, CPI സംസ്ഥാന കൌൺസിൽ അംഗം PS സുപാൽ MLA എന്നിവർക്കൊപ്പമാണ് VR സുനിൽകുമാർ കേന്ദ്രമന്ത്രിയെ കണ്ട് കൊടുങ്ങല്ലൂരിന്റെ ആവശ്യം നേരിട്ട് അറിയിച്ചത്. സുരക്ഷിത യാത്രയ്ക്ക് വേണ്ടി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഏറെ നാളുകളായി ജനകീയ സമരം നടന്നുവരികയാണ്. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് എളവള്ളി പഞ്ചായത്തിൽ ബഹുജന സദസ്സ് നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് ബഹുജന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ ഷാജി കാക്കശ്ശേരി, TK ചന്ദ്രൻ, TC മോഹനൻ, ആഷിഖ് വലിയകത്ത്, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. മറ്റു ചില സംസ്ഥാനങ്ങളോട് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൃശൂരിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് സുരേഷ് ഗോപി മതിലിൽ താമര വരച്ച ശേഷം രാജ്യത്താകെ താമര തരംഗമാഞ്ഞടിക്കുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. പേരെഴുതാതെ ചിഹ്നം മാത്രം വരയ്ക്കുകയായിരുന്നു. സുരേഷ് ഗോപി തന്നെയാണ് തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഔപചാരിക തുടക്കമാണ് സുരേഷ് ഗോപി നിർവഹിച്ചത്. കുറുക്കഞ്ചേരി വലിയാലുക്കലിലാണ് സുരേഷ് ഗോപി ചുവരിൽ താമര വരച്ചത്. താമരയുടെ ചെറിയൊരു ഭാഗം മതിലിൽ വരച്ചു. താമര പൂർത്തിയാക്കാൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. രാജ്യമൊട്ടാകെ ഉണ്ടാകുന്ന താമര തരംഗം തൃശൂരിലും പ്രതിഫലിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 15 കേന്ദ്രങ്ങളിലാണ് BJP ചുവരെഴുത്ത് തുടങ്ങിയത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പേരെഴുതി ചേർക്കും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് തൃശൂരിലെ BJP പ്രവർത്തകർ. കോൺഗ്രസ് ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റായി കുന്നംകുളം നഗരസഭാ കൌൺസിലർ കൂടിയായ മിഷ സെബാസ്റ്റ്യൻ ചുമതലയേറ്റു. KPCC സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മുഖ്യാതിഥിയായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി രാജീവ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പിൽജോ വർഗീസ്, DCC സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, കുന്നംകുളം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ഭരണസമിതി ബജറ്റിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ ബജറ്റ് അവതരണം നിർവഹിച്ചു.
കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനും പാർപ്പിടത്തിനുമാണ് ബജറ്റിൽ മുൻതൂക്കം നൽകുന്നത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകൾക്കും സംസ്ഥാന ബജറ്റിൽ വികസന പദ്ധതികൾക്കായി കോടികൾ അനുവദിച്ചപ്പോൾ പാവറട്ടി പഞ്ചായത്തിന് ഒന്നും നൽകാതെ പൂർണ്ണമായി അവഗണിച്ചതിനെതിരെ കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പഞ്ചായത്തിന്റെ അടിയന്തര പ്രശ്നങ്ങളായ തകർന്ന ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിക്കൽ, സെന്ററിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ, പൂച്ചെരിത്തോട് നവീകരണം, കുടിവെള്ള പദ്ധതികളുടെ പൂർത്തീകരണം, പെരിങ്ങാട് പുഴയിലെ ചെളി നീക്കൽ, ശ്മശാനം, കളിസ്ഥലം തുടങ്ങിയ പദ്ധതികൾക്കൊന്നും യാതൊരു പരിഗണനയും ലഭിച്ചില്ല. ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി പദ്ധതികൾ നേടിയെടുക്കുന്നതിനായി ഒരു ശ്രമവും നടത്താതിരുന്നതും എംഎൽഎയുടെ ഉദാസീനതയുമാണ് ബഡ്ജറ്റിൽ പാവറട്ടി പുറന്തള്ളപ്പെടാനുള്ള പ്രധാന കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി പി കെ രാജൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ ജെ ഷാജൻ, പഞ്ചായത്ത് മെമ്പർമാരായ വിമല സേതുമാധവൻ, ടി കെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. നേതൃത്വത്തിലുള്ള ഭരണസമിതി തുകകൾ പദ്ധതികൾ നേടിയെടുക്കുന്നതിന് വേണ്ടി യാതൊരു ശ്രമവും നടത്തുന്നില്ല. ദേശീയ അധ്യാപക പരിഷത്തിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃശൂരിൽ നടന്നു. ABRSM ദേശീയ സഹസംഘടനാ സെക്രട്ടറി ജി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് PS ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ, BJP ദേശീയ നിർവാഹക സമിതി അംഗം MS സമ്പൂർണ, കോർപ്പറേഷൻ കൌൺസിലർ N പ്രസാദ്, BJP മേഖലാ പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, അധ്യാപക പരിഷത്ത് സംസ്ഥാന ട്രഷറർ MT സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം നാളെ വൈകിട്ട് സമാപിക്കും. മാള പഞ്ചായത്ത് പദ്ധതിയിൽ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. സഹായ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷനായി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനയായ പഴയന്നൂർ ശ്രീരാമന് 2.5 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്റ്റീൽ ചങ്ങല സമർപ്പിച്ചു. വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ സ്പോൺസർ ഗിൽട്ടൺ, ദേവസ്വം ബോർഡ് മെമ്പർ മുരളീധരന് ചങ്ങല നൽകി. ദേവസ്വം ആനയായ ശിവകുമാറിന് ALS ചങ്ങലയും നൽകി. ചടങ്ങിൽ ജീവധന മാനേജർ കൃഷ്ണൻകുട്ടി, ദേവസ്വം മാനേജർ സരിത തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലത്ത്, ബോർഡ് സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത എന്നിവർ പങ്കെടുത്തു. തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ചാലിശ്ശേരി സഹയാത്ര ഡേ കെയർ അംഗങ്ങളെ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന സദസ്സ് ചലച്ചിത്ര നടൻ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. 10ാം തരത്തിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച ഡേ കെയർ അംഗങ്ങളായ കുമാരി ദിജി, മുഹമ്മദ് ഷാജി, നിയാസ്, 7ാം തരം തുല്യതാ പരീക്ഷയിൽ വിജയിച്ച സിന്ധു, പ്രേമലത എന്നിവർക്ക് VK ശ്രീരാമൻ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. സഹയാത്ര പ്രസിഡന്റ് V ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിജയികൾക്ക് ചാലിശ്ശേരി ജനമൈത്രി പോലീസിന്റെ ഉപഹാരങ്ങൾ SHO K സതീഷ് കുമാർ വിതരണം ചെയ്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥിയായ അഹ്യാം ബിച്ചയ്ക്ക് UAEയിൽ നടക്കുന്ന സൈബർ സ്ക്വയർ 2nd എഡിഷൻ ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ഇന്ത്യയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 30 വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ CEO നജീബ്, പ്രിൻസിപ്പൽ ഷിഹാബ്, CK അർബാസ്, TP ജിഷ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാർഷിക വികസനത്തിനും ടൂറിസം പദ്ധതികൾക്കും ഊന്നൽ നൽകി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 18.30 കോടി രൂപ വരവും 17.99 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി. വനിതകൾക്ക് തൊഴിലധിഷ്ഠിത സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം, ക്ഷീരമേഖലയിൽ പാലിന് സബ്സിഡി, ആരോഗ്യമേഖലയിൽ വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ചികിത്സാ സഹായം, സാന്ത്വന പരിചരണം എന്നിവയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ചാന്ദിനി വേണു, ശ്രീദേവി ഡേവിസ്, ജിയോ ഫോക്സ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയത്തിന്റെ ഭാഗമായി കോയമ്പത്തൂർ അമൃത കോളേജിലെ കാർഷിക ബിരുദ വിദ്യാർത്ഥികൾ മൈലേരി പാളയം പഞ്ചായത്തിൽ തെങ്ങ് കയറുന്ന യന്ത്രത്തിനെക്കുറിച്ചും വിവിധ ഉപകരണങ്ങളെക്കുറിച്ചും ക്ലാസുകൾ സംഘടിപ്പിച്ചു. സ്കൂൾ ഡീൻ ഡോക്ടർ സുധീഷ് മണലിൽ, ഡോക്ടർ V മാർത്താണ്ഡൻ, ഡോക്ടർ G ഭൂപതി, ഡോക്ടർ V വനിത എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.
മാള പഞ്ചായത്ത് ബജറ്റിൽ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്ക് 5 കോടിയും ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾക്ക് 19.55 ലക്ഷവും വയോജനക്ഷേമത്തിനായി 8.95 ലക്ഷവും വകയിരുത്തി. പൊതുശുചിത്വത്തിന് 8 ലക്ഷവും ഭവന നിർമ്മാണത്തിനായി 4,32,75,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ആധുനിക രീതിയിൽ ശുചിത്വമുള്ള മത്സ്യമാംസ വിൽപ്പന കേന്ദ്രങ്ങൾ ആവശ്യമാണെന്ന് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ അവതരിപ്പിച്ച ബജറ്റ് ചർച്ചയിൽ മുൻ വൈസ് പ്രസിഡന്റ് സാബു പോൾ എടാട്ടുകാരൻ നിർദ്ദേശിച്ചു. പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷയായി. ടീം കോഓപ്പറേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ രത്നം സഹകരണ റിയാലിറ്റി ഷോ ഈ മാസം 17 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. മുളകുന്നത്തുകാവ് കിലയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ 25ഓളം സഹകരണ ബാങ്കുകൾ പങ്കെടുക്കും. ടീം കോഓപ്പറേറ്റീവ് പ്രൊജക്ട് ഡയറക്ടർ മധു ചെമ്പേരി, രാധിക ചന്ദ്രൻ, അലി ഹംദാൻ, റിസ്വാൻ യൂസഫ്, ലിവ്യ വിൻസെന്റ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്കായി നടത്തിവന്നിരുന്ന കരാട്ടെ പരിശീലന ക്ലാസ് സമാപിച്ചു. സമാപന സമ്മേളനം സ്കൂൾ പ്രിൻസിപ്പൽ M പ്രീതി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ആൻസിയമ്മ മാത്യു, കൃപാകൃഷ്ണൻ, SRG കൺവീനർ മാലിനി, അധ്യാപകൻ A സുധീർ, മാതൃസംഘം പ്രസിഡന്റ് സജിത എന്നിവർ സംസാരിച്ചു. കനകമല കുരിശുമുടി മാർത്തോമ ദേവാലയത്തിലെ നോമ്പുകാല തീർത്ഥാടനം ഈ മാസം 11 മുതൽ ഏപ്രിൽ 7 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 11 ഉച്ചതിരിഞ്ഞ് 2:30 കൊട്ടേക്കാട് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നിന്ന് ദീപശിഖ പ്രയാണത്തോടെ നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് വൈകിട്ട് 6 ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. വികാരി ഫാദർ അലക്സ് കല്ലേലി, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, ആന്റണി കരിയാട്ടി, ജോയ് കുയിലാടൻ, ബിജു ചുള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാർഷിക സർവകലാശാല കാർഷിക കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം 15 മുതൽ 18 വരെ മണ്ണുത്തിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 15 വൈകിട്ട് 4:30 കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് ഉദ്ഘാടനം ചെയ്യും. 18 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. കാർഷിക പ്രദർശനങ്ങൾ, സെമിനാറുകൾ, ക്വിസ് മത്സരം, അലൂമിനി സ്പോർട്സ് മീറ്റ്, കലാസന്ധ്യകൾ എന്നിവ അരങ്ങേറും. ബെറിൻ പത്രോസ്, ഡോക്ടർ ബിനു പി ബോണി, മുഹമ്മദ് ഇസ്മായിൽ, ഡോക്ടർ CF ഗീത മേരി, TC മോഹനചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര പഴമ്പിള്ളി കടുംകുറ്റി പാടത്തിനു സമീപം അടയ്ക്ക മരക്കുളം സംരക്ഷണമില്ലാതെ നശിക്കുന്നു. മേഖലയിലെ നെൽ കർഷകരുടെ ആശ്രയമായിരുന്ന കുളം പിന്നീട് അവഗണിക്കപ്പെടുകയായിരുന്നു. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ ജലസമൃദ്ധമായ കുളം പായൽ മൂടി നശിക്കുകയാണ്. കരിങ്കൽ കെട്ടി സംരക്ഷിക്കാത്തതിനാൽ കുളത്തിന്റെ വശങ്ങളിലെ ബണ്ടിടിഞ്ഞ് നശിക്കുന്നതായി കർഷകർ പറഞ്ഞു. ദേശമംഗലം പഞ്ചായത്ത് 13-ാം വാർഡിലെ യത്തീംഖാന റോഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വിദ്യാർത്ഥികളടക്കം ദിനംപ്രതി 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണിത്. ജൽജീവൻ മിഷന്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും പേരിൽ റോഡ് നവീകരിക്കാതെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഭരണസമിതിയുടെ നിലപാടുകൾക്കെതിരെയാണ് വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. ഉപരോധത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ്, ചെറുതുരുത്തി പോലീസ് എന്നിവർ സ്ഥലത്തെത്തി. പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയിൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് നടത്താമെന്ന് പ്രസിഡന്റ് അറിയിച്ചതിനെ തുടർന്ന് സമരം പിൻവലിച്ചു. വടക്കാഞ്ചേരി BRCക്ക് കീഴിൽ വരുന്ന 30 സ്കൂളുകളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ആക്ട്സ് വടക്കാഞ്ചേരി ബ്രാഞ്ചും വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ദുബായും സംയുക്തമായി വിനോദയാത്ര സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ മേയർ MK വർഗീസ്, വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, അജിത് കുമാർ മല്ലയ്യ, സമഗ്ര ശിക്ഷ കേരളം കോർഡിനേറ്റർ CC ജയശ്രീ, V അനിരുദ്ധൻ, സജീവ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ജവഹർ ബാൽ മഞ്ച് ജില്ലാ സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 തൃശൂരിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. ജവഹർ ബാൽ മഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ സുരേഷ് K കരുൺ,
നിയുക്ത ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ഗിരീഷ്, സജീവൻ നടത്തറ, പണിക്കശ്ശേരി അനൂപ്, എം അബൂബക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാടക്കത്തറ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് മാടക്കത്തറ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷോണി പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. KPCC വിചാർ വിഭാഗ് ബ്ലോക്ക് ചെയർമാൻ ഡോക്ടർ മനോജ് പുഷ്കർ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോയ് കെ ദേവസി, വർഗീസ് വാഴപ്പിള്ളി, KS സുധീർ, മോഹനൻ മങ്കുഴി എന്നിവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിലെ 5 സെന്റ് സ്ഥലത്ത് വിദ്യാർത്ഥികൾ ചെയ്ത കരനെൽ കൃഷി വിളവെടുത്തു. വിദ്യാലയത്തിലെ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി. നിലമൊരുക്കൽ മുതൽ വിതയും പരിപാലനവും നടത്തിയ വിദ്യാർത്ഥികൾ തന്നെ വിളഞ്ഞ നെല്ല് കൊയ്തെടുത്തു. കറ്റകെട്ടലും മെതിയും നടത്തിയത് വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. കൊയ്ത്തുത്സവം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് മനോജ് വലിയപുരയ്ക്കൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NR രേഖ, മുതിർന്ന കർഷകൻ G ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് GMLP സ്കൂൾ വാർഷികം പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NK വിമല അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക KK ജെയ്സി, സ്നേഹ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ്, PTA പ്രസിഡന്റ് അജീഷ എന്നിവർ സംസാരിച്ചു. വാണിജ്യം. തൃശൂരിന്റെ ഡിസൈനർ സങ്കല്പങ്ങൾക്ക് പുത്തൻ മിഴിവേകിയ സ്നോവ്യൂ ടെക്സ് കളക്ഷൻസ് നവീകരിച്ച് 2 ലൈൻ ഡിസൈനർ വേൾഡ് എന്ന് പുനർനാമകരണം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ പാലസ് റോഡിലെ കള്ളിയത്ത് റോയൽ സ്ക്വയറിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച 2 ലൈൻ ഡിസൈനർ വേൾഡിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം നമിത പ്രമോദ് നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA മുഖ്യ അതിഥിയായിരുന്നു. 2 ലൈൻ മാനേജിംഗ് ഡയറക്ടർ ഉമ അനിൽകുമാർ, ICL ഫിൻകോർപ്പ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ, മുൻ മന്ത്രി KP രാജേന്ദ്രൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോട്ടൺ പ്രിന്റ് ഫാബ്രിക്സ്, സാറ്റിൻ, വെൽവെറ്റ് പ്ലെയിൻ ആൻഡ് പ്രിന്റ്, നെറ്റ് ഫാബ്രിക് പ്ലെയിൻ ആൻഡ് പ്രിന്റ്, ചിഫോൺ, മോഡൽ സിൽക്ക്, ജോർജറ്റ്, ബ്രോക്കേഡ്, റോ കോട്ടൺ, റോ സിൽക്ക്, ഓർഗാൻസ, അച്രക്, ഇൻഡിഗോ ഫാബ്രിക്സ് തുടങ്ങിയവയുടെ വിപുലമായ മെറ്റീരിയൽസ് ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഡിസൈനർ സേവനങ്ങൾക്ക് പുറമെ 2 ലൈൻ ഒരു വിദഗ്ധ സ്റ്റിച്ചിംഗ് യൂണിറ്റ് കൂടിയാണ്. കൂടാതെ ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, എത്നിക് ഫിറ്റ്സ്, ഡെയിലി വെയർ, ഫോർമൽ ആൻഡ് സെലിബ്രിറ്റി ഡിസൈനുകൾ, സ്യൂട്ട് സെറ്റുകൾ, വിതർനെറ്റ് വെയർ എന്നിവയും 2 ലൈനിൽ ലഭ്യമാണ്. ഇരിങ്ങാലക്കുട, ചെന്നൈ, ദുബായ് എന്നിവിടങ്ങളിലും സ്റ്റോറുകളുണ്ട്. എക്സ്പ്രസ് ഡെലിവറി, ഡിസ്പാച്ച്, ഹോം ഡെലിവറി സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8589021129. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിന് സമീപം KSRTC ബസ് ലോറിക്ക് പിറകിലിടിച്ച് 8 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഗുരുവായൂരിൽ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ക്ഷോഭിച്ച് ഹൈക്കോടതി. ആനക്കോട്ടയിൽ അടിയന്തര പരിശോധന നടത്താൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOക്ക് കോടതി നിർദ്ദേശം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പൊതുസമ്മേളനം ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കും. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട 2 വിദ്യാർത്ഥികളിൽ ഒരാളെ കാണാതായി. ഒരാളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കൊണ്ടാഴി പഞ്ചായത്ത് ബജറ്റ് അവതരണത്തിൽ UDF ഭരണസമിതിയിൽ ഭിന്നത. 8 അംഗ ഭരണസമിതിയിൽ നിന്ന് 5 അംഗങ്ങൾ വിട്ടുനിന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.